എന്നെ കുറേ ആളുകൾ അറിയാം, ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്. ഞാൻ എന്തുകൊണ്ട് RCMലേക്ക് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. RCMലേക്ക് വരുന്നതിന് മുന്നേ തന്നെ തിരിച്ചറിഞ്ഞിരുന്നില്ല. PCOD ഉണ്ടായിരുന്നു. അതുപോലെ PCOD തുടങ്ങിയ സമയത്ത് യൂട്രസിനകത്ത് ചെറിയ ചെറിയ കുരുക്കളായിരുന്നു ഉണ്ടായിരുന്നത്. അത് തിരിച്ചറിഞ്ഞിരുന്നില്ല, കാരണം ഞാൻ കഴിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം ജങ്ക് ഫുഡ്സ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ജങ്ക് ഫുഡ്സ് എല്ലാം കഴിച്ച് അവസാനം എന്തു പറ്റി? പീരീഡ്സ് കറക്റ്റ് അല്ലാതെ ആയി. പീരീഡ്സ് വരാതിരുന്ന് കഴിഞ്ഞാൽ കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എന്താ നമുക്ക് തോന്നുക? ഭയങ്കര ഹാപ്പി ആണല്ലേ. കുറേ നാളൊന്നും അമ്മയുടെ അടുത്ത് പറയാതിരുന്നു. അങ്ങനെ 6 മാസം 7 മാസമൊക്കെ ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ എൻജോയ് ചെയ്ത് നടന്നു. പക്ഷെ പണി കിട്ടിയപ്പോഴാണെന്നറിയാമോ? കല്യാണം കഴിഞ്ഞപ്പോൾ ചോദ്യം തുടങ്ങിയ ആളുകൾ ഇല്ലേ? നമ്മളെക്കാളും വിഷമം ചുറ്റുമുള്ള ആളുകൾക്കാണ്. അപ്പൊ എൻ്റെ ഹസ്ബൻഡ് വിദേശത്തായിരുന്നത് കൊണ്ട് ഞാൻ പിന്നെ അറിയാലോ, വിട്ടുകൊടുക്കാറില്ല. ഞാൻ പറഞ്ഞു ഇപ്പം ആയിട്ടുണ്ടെങ്കിൽ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ പിടിച്ചു നിന്നു അന്നത്തെ സമയം. എന്തായാലും അന്ന് അങ്ങനെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അവസാനം ഹസ്ബൻഡിന്റെ ജോലി കളയിച്ചിട്ട് ഞാൻ നാട്ടിലേക്ക് കൊണ്ടുവന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ അത്രയും കടുത്തു. ഒരുപാട് മരുന്നുകൾ കഴിച്ചു. കാരണം ഹോർമോൺ ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇഞ്ചക്ഷൻ പേടി ഉണ്ടായിരുന്ന എനിക്ക് ഓരോ ദിവസവും ഓരോ എളിക്കാണ് ഇഞ്ചക്ഷൻ. ഒരു ദിവസം ഈ സൈഡിലാണ് ഇഞ്ചക്ഷൻ എങ്കിൽ അടുത്ത ദിവസം ഓവുലേഷൻ കറക്റ്റ് ആകാൻ വേണ്ടിയിട്ട് അടുത്ത എളിക്കാണ് ഇഞ്ചക്ഷൻ എടുക്കുക. ഇങ്ങനെ ഇഞ്ചക്ഷൻ എടുത്ത് അവസാനം ഞാൻ ഇങ്ങനെ വീർത്ത് നല്ല സുന്ദരിയായിട്ട് വന്ന്. ആ ഒരു സമയത്ത് എനിക്ക് ഹൈപ്പോ തൈറോയിഡിന് വേണ്ടിയിട്ടും അതുപോലെ PCODക്ക് വേണ്ടിയിട്ട് തന്ന മെഡിസിൻ എല്ലാവരും ശ്രദ്ധിക്കണം. കാരണം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവർ ബ്രേക്ക്ഫാസ്റ്റ് കൃത്യമായിട്ട് കഴിക്കുന്നില്ല എന്നാണെങ്കിൽ, അവർ കൃത്യമായിട്ട് അവരുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നാണെങ്കിൽ ഈ PCOD നമ്മുടെ കുഞ്ഞുങ്ങൾക്കും വരും. പീരീഡ്സ് കറക്റ്റ് അല്ലാത്ത അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡോക്ടേഴ്സിൻ്റെ അടുത്ത്, എസ്പെഷ്യലി അലോപ്പതി ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവർ കൊടുക്കുന്നത് സിസ്റ്റിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന മെഡിസിൻ ഹൈഡ്രോക്ലോറൈഡ് മെറ്റ്ഫോമിൻ ആണ്. ശരീരത്തിലെ ഇൻസുലിൻ്റെ അളവ് റെസിസ്റ്റ് ചെയ്തുകൊണ്ട്, സത്യമല്ലേ മാഡം? അത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ട്. പല ആളുകൾക്കും കിഡ്നി വരെ ഫെയിലായ ഇഷ്യൂസിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇതെനിക്ക് തന്നു. എനിക്ക് അന്ന് എൻ്റെ ഭാഗ്യം കൊണ്ട് ഞാൻ ഡോക്ടർ രാജൻ സാറിനെ വിളിച്ചു. കാരണം അന്നും എൻ്റെ അച്ഛൻ RCMൽ ഉണ്ട്. ഇപ്പോഴൊന്നും അല്ല, 2012 എൻ്റെ മാരേജ് കഴിയാണ്. 2014 ഞാൻ ഇതുപോലെ ഡോക്ടർ രാജൻ സാറിനെ വിളിക്കുന്നത്. അന്ന് സാർ എന്നോട് പറഞ്ഞത്, രാവിലെ വെറും വയറ്റിൽ 1 ടീസ്പൂൺ തവിടെണ്ണ, നമ്മുടെ ഹെൽത്ത് കാർഡ് ഓയിൽ, നല്ലൊരു കൈയടി ആ ഒരു പ്രൊഡക്റ്റിന് വേണ്ടി കൊടുക്കാം, കഴിക്കാൻ പറഞ്ഞു. ഭക്ഷണത്തിന് ശേഷം ഒരു ന്യൂട്രിചാർജ് വുമൺ എന്ന് പറയുന്നതായി ഈ ഒരു സപ്ലിമെന്റ്, ഇത് എൻ്റെ ഭാഗ്യം കൊണ്ട് അന്ന് ഉണ്ട് ന്യൂട്രിചാർജിൽ, ഇതും കഴിക്കാനായിട്ട് പറഞ്ഞു. ഈ 2 പ്രൊഡക്റ്റും മുടങ്ങാതെ ഞാൻ കഴിക്കുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ സാറ് പറയും ഇനി ഒരുപാട് കാര്യങ്ങൾ ചിട്ടയായിട്ട് ചെയ്യാൻ പറഞ്ഞു. പാല്, പഞ്ചസാര, ഉപ്പ്, മൈദ, വെള്ളരി. ഉപ്പ് ഞാൻ പാതിയാക്കി. ഉപ്പ് ഞാൻ നല്ലപോലെ ഉപ്പ് കഴിച്ചിരുന്ന ആള് ഉപ്പിൻ്റെ അളവ് കുറച്ചേ ഉള്ളൂ, പൂർണ്ണമായിട്ട് നിർത്തിയില്ല. അങ്ങനെ ചിട്ടയായിട്ട് സാറ് പറഞ്ഞ കാര്യം, രാവിലെ വെയിലുകൊള്ളും, മണ്ണിൽ ചെരുപ്പിടാതെ നടക്കും, ഹിബാത്ത് 2 നേരം ചെയ്യാൻ പറഞ്ഞെങ്കിലും 1 നേരം ചെയ്തു. സൂര്യ നമസ്കാരം ചെയ്തു തുടങ്ങി. സാറ് പറഞ്ഞ അതെന്താണോ അത് തന്നെ കൃത്യമായിട്ട് ഫോളോ ചെയ്തു. പല ഹോസ്പിറ്റലുകളും കയറി ഇറങ്ങിയപ്പോൾ കുട്ടികളെ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. തനിക്ക് ഒരിക്കലും പിള്ളേരുണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ അന്ന് എനിക്കുണ്ടായിരുന്ന മാനസികാവസ്ഥ എന്താണെന്നുള്ളത് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. ഞാൻ കുറച്ച് ഇമോഷണലായി പോകും, അതിലേക്ക് ഞാൻ പോണില്ല. എന്നാൽ അവിടെ നിന്ന് ഇറങ്ങി വന്നു. ഹസ്ബൻഡിനെ തിരിച്ചു ജോലി കളയിപ്പിച്ച് നാട്ടിലേക്ക് കൊണ്ടുവന്നു. ഒരുപാട് മാനസിക പ്രശ്നങ്ങളിൽ കൂടെ കടന്നുപോയി. പക്ഷേ ഈ പ്രൊഡക്റ്റുകൾ എൻ്റെ ലൈഫിൽ കൊണ്ടുവന്ന മിറക്കിൾസാണ്. ഡോക്ടർ രാജൻ സാറിനോട് എന്നും കടപ്പെട്ടിരിക്കുന്നു ഞാൻ. കാരണം എനിക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് കുഞ്ഞുങ്ങളെ ഉണ്ടായി, അതായത് കൺസീവ് ആയ ആളുകൾ വരെ മറച്ചു വെച്ചു. ഇനി ഇവളോട് പറഞ്ഞിട്ട് കുട്ടികൾ ഉണ്ടാവില്ലല്ലോ, ഇവളോട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോളുടെ കുട്ടി അബോർഷനായി പോയാലോ. സമൂഹത്തിൽ പലതരത്തിലുള്ള ആളുകളില്ലേ, അപ്പൊ നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ അതാ. പക്ഷേ എനിക്ക് 2 കുട്ടികളുണ്ട്. കാരണം എൻ്റെ ഹസ്ബൻഡിന്റെ വെരിക്കോസിലോസിസ് പറഞ്ഞൊരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. അതിന് അതുപോലെ കൗണ്ടിന് വേരിയേഷൻ ഉണ്ടായിരുന്നു. ന്യൂട്രിചാർജ് മാൻ കൊടുത്തു, ഞാൻ ന്യൂട്രിചാർജ് വുമൺ കഴിച്ചു. ഹരിസഞ്ജീവനി ദിവ്യ പ്രാശാവലേഹ്, അന്ന് ഇന്നത്തെ സഞ്ജീവനി പ്രാശാവലേഹായിരുന്നു, അന്ന് ദിവ്യ പ്രാശാവലേഹ് എന്നായിരുന്നു എൻ്റെ പേര്. അത് രാത്രി 1 നേരം കഴിക്കും. തൈറോയ്ഡ് മാറിയതിന് ശേഷം ഞാൻ പ്രോട്ടീൻ പൗഡർ കഴിച്ചു. ഞങ്ങൾ 2 പേരും രാവിലെ അതുപോലെ തന്നെ വൈകുന്നേരവും തവിടെണ്ണ കഴിക്കും. ഇത്രയും കാര്യങ്ങൾ ചിട്ടയായിട്ട് ചെയ്തു. അധികം നാള് വേണ്ടി വന്നില്ല കുഞ്ഞാവാനായിട്ട്. അങ്ങനെ മൂത്ത ഒരു കുട്ടി 2017 ഞങ്ങൾക്ക് വന്നു.
2016 അവസാനം വരെയാണ് ഹസ്ബൻഡിൻ്റെ ആ ഒരു എന്താ പറയുക വെരിക്കോസിലോസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആ ഒരു 2016 ഡിസംബർ കഴിഞ്ഞപ്പോൾ എന്താ പറയുക അത് സ്റ്റോപ്പായി, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഇന്നും അദ്ദേഹം ന്യൂട്രി ചാർജ് മാനൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നു. സപ്ലിമെന്റ് ഉപയോഗിച്ചിട്ട് പടമായിരിക്കണമെന്നാണെങ്കിൽ ആദ്യം പടമാവേണ്ടത് സാറേ ഞാനാണ്. കാരണം ഈ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചിട്ട് ഫസ്റ്റ് കേരളത്തിൽ റിസൾട്ട് കിട്ടിയത് കൺസീവ് ആയത് എനിക്കാണ്. നിങ്ങൾ എന്നെ ശരിക്കും കണ്ടോ കേട്ടോ, എനിക്കാണ് ഇത് യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയത്. എന്തായാലും ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. ഇതുകൊണ്ടാണ് RCMലേക്ക് വന്നത്. എൻ്റെ പാഷൻ ടീച്ചിങ് ആയിരുന്നു. സത്യത്തിൽ ടീച്ചർ ആവണമെന്ന് ആഗ്രഹിച്ചു പോയി, നെറ്റും സെറ്റും എല്ലാം കുത്തിയിരുന്ന് പഠിച്ച് പാസ്സായി. എന്നിട്ട് അത് ഉപേക്ഷിച്ചിട്ട് ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നു.